അല്പം നാടകീയമായി പറഞ്ഞേക്കാം, കിഴക്ക് സൂര്യൻ ഉദിച്ചു, അന്ധകാരം അവസാനിച്ചു. എന്നാ യഥാർത്ഥ ഇരുട്ട് ഇപ്പോഴാ തുടങ്ങുന്നത്. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന ഈ വിധി ചരിത്രത്തിൽ കുറിക്കപ്പെടും. ആനന്ദമുള്ള ചമ്മി നാറി വരുന്നുണ്ട്. പാവം ഭയന്നു പോയി കാണും. നിക്ക് സാറേ, അങ്ങനെ പോവല്ലേ. എന്താടാ ചോദിക്കട്ടെ? എന്താടാ ഇത്ര ചോദിക്കാനുള്ളേ? സാറ് പേടിച്ചിട്ട് പോവാണോ? ഞാന് എന്തിന് ആരെ പേടിക്കണം? പോടാ അവിടുന്ന്. പോയി വേറെ പോലെ പണിയും നോക്ക്. എന്റെ പുറകെ നടന്ന് ചൊറിയാതെ. വർമ്മ സാറാണ് തന്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെന്ന് അറിഞ്ഞപ്പോ മുട്ടു വിറച്ചു അല്ലേ? അതോ വേറെ വല്ലതും സംഭവിച്ചോ? നിർത്തടാ. നിന്റെ വർമ്മ സാറിനെ കണ്ട് പേടിക്കുന്നവനല്ല ഈ അനന്തപിള്ള. അവന്റെ ഒരു വർമ്മ സാറ്. പിന്നെന്താ, നോമിനേഷൻ സമർപ്പിക്കാൻ വന്ന അനന്തപിള്ള സാറ് അത് സമർപ്പിക്കാതെ പോകുന്ന? എനിക്ക് സൗകര്യമില്ല. നീ ആരാണ് അതൊക്കെ ചോദിക്കാൻ? അതല്ലേ പറഞ്ഞത്, നിങ്ങളെ പേടിച്ചിട്ട് ഒളിച്ചോടി പോവാണെന്ന്. നീ ബ്രഹ്മശിരാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മാസ്ത്രം എന്നും പറയും. അതെങ്ങനെ കേക്കാൻ? അതിനൊക്കെ നിനക്കൊക്കെ വിവരം വേണ്ടേ? തന്റെ തലയിൽ നിറയെ വിവരാവകാശ കമ്മീഷൻ ആണല്ലോ. താൻ തന്നെ പറ. പണ്ട് പാണ്ഡവപ്പട കുടീരങ്ങളിലെ തീവയ്പും കഴിഞ്ഞ് യുദ്ധത്തിന്റെ അവസാനം ഉത്തരയുടെ ഗർഭപാത്രത്തിൽ അശുദ്ധാത്മാവ് ഒരു ബ്രഹ്മാസ്ത്രം കൊടുത്തു. വ്യാസമഹർഷിയും പറഞ്ഞു, കൃഷ്ണനും പറഞ്ഞു അശുദ്ധാത്മാവിനോട് അത് പിൻവലിക്കാൻ. പക്ഷേ ദ്രോണപുത്രൻ അത് പിൻവലിച്ചില്ല. നിന്റെ അച്ഛൻ പ്രതാപവർമ്മയ്ക്ക് ഞാൻ കരുതി വച്ചിരിക്കുന്നതേ അതുപോലൊരു ബ്രഹ്മാസ്ത്രമാ. താൻ ഏതൊക്കെ അസ്ത്രം തൊടുത്താലും വർമ്മ സാറിന്റെ നേരെ അത് വരുന്നതിന് മുൻപ് ഈ രാജുവും ഋതികയും കൂടി തടഞ്ഞിരിക്കും. മനസ്സിലായോ? അയാളൊരു പുരാണ കഥയും കൊണ്ട് വന്നിരിക്കുന്നു. താൻ ഈ ഇലക്ഷന് എവിടെ മത്സരിച്ചാലും താൻ തോൽക്കും. തന്നെ ഞങ്ങള് തോൽപ്പിച്ചിരിക്കും. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കും, ജയിക്കും, CM ആവും. മനസ്സിലായോടാ? അഥവാ തോറ്റാൽ വനവാസത്തിന് പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തോറ്റാൽ ഈ അനന്തപിള്ള എന്റെ തലമുടിയും മീശയും താടിയും എടുത്തിരിക്കും. മനസ്സിലായോടാ? അങ്ങനെ ഇയാളെ നമുക്ക് വികൃത രൂപിയായിട്ട് കാണാം.